വെൽക്കം ബാക്ക് ടു എജുവാല 2.0. അപ്പോൾ +2 സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാം ആണ് ഓൺ 19th 19-ാം തീയതി നമുക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് എക്സാം +2 കുട്ടികൾക്ക്. അപ്പോൾ +2 കുട്ടികൾ ഇനിയെങ്കിലും പഠിക്കേണ്ട ഒരു ഓർഡറാണ് പറയുന്നത് മിസ്. ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 14-ാം തീയതിയുള്ള ബിസിനസ് സ്റ്റഡീസും 16-ാം തീയതിയിലെ എക്കണോമിക്സും 19-ാം തീയതിയിലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലൊക്കെ ലീവ് നോക്കിയിട്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ഒക്കെ അവരുടെ ലെവലിനനുസരിച്ച് അവർ പഠിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇനി എങ്ങനെ പഠിക്കണം, എത്ര ചാപ്റ്റേഴ്സ്, ഏത് ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള വീഡിയോ ആണിത്. ദെൻ ഇതിന് പിന്നാലെ 2 പാർട്ടായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ പഠിക്കാം, മാർക്ക് അടിസ്ഥാനത്തിൽ ഏത് പാഠം പഠിക്കാം എന്നുള്ള വെയിറ്റേജും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ചാപ്റ്റേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അറിയാം കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നമുക്ക് +2 സ്റ്റുഡൻസിനുള്ളത് ഒരു 11 ചാപ്റ്റേഴ്സ് ആണ്. ഐ തിങ്ക് 11 ചാപ്റ്റേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ ഓരോ പാഠവും +1 എളുപ്പമാണ് +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. +1 നിങ്ങൾ പഠിച്ചേണ്ട കുറച്ച് കണ്ടിന്യൂഷനൊക്കെ തന്നെയാണ് നമുക്ക് +2ലും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം 5-ാം തീയതിയാണ്. അതിൻ്റെ കൂടെയുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷന് പൊളിറ്റിക്സ് ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നമ്മൾ പൊളിറ്റിക്സിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അതായത് ഏതൊക്കെയാണ് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ഫസ്റ്റ് ഇയറിൽ നിന്ന് ഉള്ളൊരു കണ്ടിന്യൂസ് ആണ് ഈ ഒരു ചാപ്റ്റർ. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ അറേസ് 5 മാർക്ക്, ഫങ്ഷൻസ് 8 മാർക്ക്, വെബ് ടെക്നോളജി 10, അതുപോലെ തന്നെ വെബ് ഡിസൈനിങ് യൂസിങ് HTML ഈ പാടൊക്കെ 8 മാർക്കിൻ്റെ പാടാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ദെൻ വെബ് ഹോസ്റ്റിംഗ് 4-ാമത്തെ പാടാണ്, 4 അവിടുത്തെ വെയിറ്റേജ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 10 മാർക്ക്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് 8 മാർക്കിൻ്റെ വെയിറ്റേജ്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് 4 മാർക്ക്, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT 5 മാർക്ക്. ഇതിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് ഓർഡർ വെച്ച് നോക്കുമ്പോൾ ചാപ്റ്റർ 1, 3, 4, 8, 9 ആൻഡ് 5, അതായത് 1, 3, 4, 5 ആൻഡ് 8, 9 ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ NB ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. NB എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതൽ വെയിറ്റേജ് ഉള്ള, അത്യാവശ്യം നിങ്ങൾ നോക്കേണ്ടത്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഒരു 50% മാർക്ക് നിങ്ങളുടെ കയ്യിൽ പോരും. അപ്പോൾ ഇതിലാദ്യം ഏത് പാഠം നമുക്ക് പഠിക്കാം അത് നമുക്ക് നോക്കി നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഈ 6 പാഠങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആവാം ചിലപ്പോൾ C++ഉം വെബ് ടെക്നോളജി ഒക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കാൻ പറയുന്നത് വെച്ചാൽ അവിടെ നമുക്ക് കോഡൊന്നുമില്ല, സിൻറ്റാക്സ് ഇല്ല, അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഇല്ല. നമുക്ക് എന്ത് പഠിച്ചാൽ മതി, എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതിൻ്റെ കുറച്ച് തിയറീസ്, അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് നമുക്ക് ആ പാഠത്തിൽ പഠിക്കാനുള്ളൂ. ഏതിൽ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 8-ാം പാഠത്തിൽ കേട്ടോ. 8-ാം പാഠത്തിൽ എന്ന് വെച്ചിട്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തുണ്ട്, അഡ്വാൻറ്റേജസ്, കമ്പോണൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേപോലെ എന്താണ് ഡാറ്റ ഡിപ്പെൻഡൻസ്, ടെർമിനോളജി, RDBMS ഒക്കെ നമുക്ക് ആ പാഠത്തിലാണ്. അപ്പോൾ തിയറി ബേസിൽ പോയാലും നമുക്കത് അങ്ങനെ കണക്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാഠം ഒറ്റയ്ക്ക് തന്നെ നമുക്ക് വേഗം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ദെൻ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വെയിറ്റേജ് വരിക ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ തന്നെ വെബ് ടെക്നോളജി, ഫങ്ഷൻസ്, വെബ് ഡിസൈനിങ് ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വെബ് ടെക്നോളജിയാണ് സെക്കൻഡായിട്ട് മിസ് പറയുന്നത്. 4-ാമത്തെ പാഠത്തിൽ 2-ാമതായിട്ട് പഠിക്കേണ്ടത്. ഇനി ഈ വെബ് ടെക്നോളജിയിൽ നമ്മൾ കൂടുതലും നോക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മുടെ HTML ഡോക്യുമെന്റ്, സ്റ്റാറ്റിക് പേജസ്, വെബ് പേജുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ വെബ് പേജ് ഇതിന്റെ ഇൻട്രോ പാർട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഏത് പാഠം പഠിക്കാൻ പറ്റുള്ളൂ, വെബ് ഡിസൈനിങ് യൂസിങ് HTML പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാമല്ലോ. അപ്പോൾ നമുക്ക് 18 മാർക്കുള്ള 2 പാഠത്തിൽ നിന്ന് തന്നെയായി. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ വൈസ് ആണ് പഠിക്കുന്നത്. ഇങ്ങനെ പഠിച്ചാലാണ് നമുക്കിനി എന്ത് കിട്ടുള്ളൂ, ഫൈനൽ എക്സാമിന് കുറേ പോർഷൻസ് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ DBMS പഠിച്ചു കഴിഞ്ഞിട്ട് വെബ് ടെക്നോളജി എടുക്കാം. വെബ് ടെക്നോളജിയിൽ സ്ക്രിപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ആദ്യം പറയുന്നുണ്ട്, പിന്നെ HTML എന്താന്ന് പറയുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് HTMLന്റെ ആ ഒരു ഭാഗം തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറും എലമെന്റ്സും ടാഗുകളും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ആ പാഠത്തിൽ നിന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പാഠത്തിലാണ്.
അതായത് ഇവിടെ ഫുള്ള് ലിങ്കുകൾ, ഇതുപോലെ HTML ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റേ ബോഡിയുടെ ആട്രിബ്യൂട്ട്സ്, ഫുൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓരോ ടാഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പം 4ഉം 5ഉം ഒരുമിച്ച് പഠിക്കാം. ഇനിയിപ്പോൾ DBMS പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ 4ഉം 5ഉം പഠിക്കുക. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു ഓർഡറും മറക്കാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഏത് പാഠാണെന്ന് അറിയാമോ? റിവ്യൂ ഓഫ് C++ൻ്റെ പാഠമാണ് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു 4ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് C++ൻ്റെ ഫസ്റ്റ് ഇയറിൽ. ഇത് ഒന്നുകൂടി എളുപ്പമാവാൻ ചാൻസ് ഉള്ളതും നല്ല വെയിറ്റേജ് ഉള്ളതുമാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ പഠിച്ച അതേ സംഭവങ്ങൾ, എന്താണ് അതിൻ്റെ ടോക്കൺസ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സിൻറ്റക്സ്, ഡു വൈൽ, നെസ്റ്റഡ്, വൈൽ ലൂപ്പ്, അങ്ങനെ പലതരം സ്റ്റേറ്റ്മെൻറ്റുകളും അതിൻ്റെ സിൻറ്റക്സും ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങളുടെ 3rd ചാപ്റ്റർ ആണ്. 3rd ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിൽ നമുക്ക് ഒരുപാട് 5ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പാടാണ് കേട്ടോ. 5ാമതായിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ ഫങ്ഷൻസ് ആണ്. അവിടെ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് പറയുന്നത്. C++ പ്രോഗ്രാം പോലെ പ്രോഗ്രാം, അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ സിൻറ്റാക്സുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, പുട്ട്, റൈറ്റ്, സ്ട്രിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്തൊക്കെയാണ്, ക്യാരക്ടർ ഫങ്ഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസും എല്ലാം നമ്മൾ ആ പാഠത്തിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മെല്ലെ പോരേണ്ടത് എവിടേക്കാണെന്നറിയാമോ? നമ്മുടെ SQLിലേക്കാണ് പിന്നെ നിങ്ങൾ എത്തേണ്ടത്. SQL സെപ്പറേറ്റ്. ഇപ്പോൾ നമ്മൾ HTMLൻ്റെ സെക്ഷൻ കഴിഞ്ഞു, HTML പഠിച്ചു, അതുപോലെ തന്നെ C++ൻ്റെ പോർഷൻ കഴിഞ്ഞു, ഏറ്റവും ആദ്യം നമ്മൾ DBMS നോക്കി, എന്നിട്ട് നമ്മൾ SQLിലേക്ക് വരിക. SQL കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതേപോലത്തെ നമ്മൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടൈപ്പാണ് SQL. അപ്പോൾ SQL എന്താണ്? SQL നമ്മൾ പഠിക്കേണ്ട ഫീച്ചേഴ്സ്, കമ്പോണൻസ്, DML, DCL ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ SQL ആണ് പിന്നീട് നിങ്ങൾ 6ാമതായിട്ട് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു വന്ന കുട്ടികൾക്ക് C++ കഴിഞ്ഞുവെങ്കിൽ, C++ എന്ന് പറയുമ്പോൾ മിസ്സൽ 2 പാഠങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. C++ 2 പോർഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HTML ഞാനിതിൽ പ്രോഗ്രാമിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ C++മായി ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട്, HTMLുമായി ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട്, SQLുമായി ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട്. ഇതിലൊന്നും പെടാത്ത DBMS ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ട്. അപ്പോൾ ഈ C++ൽ നമ്മൾ 2 പാഠങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണോ? 1ാമത്തെ ചാപ്റ്ററും അതുപോലെ 3ാമത്തെ ചാപ്റ്ററും പഠിച്ചു. HTML നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? നമ്മൾ വെബ് ടെക്നോളജി 4ാമത്തെ പാഠം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 5ാം പാഠവും പഠിച്ചു. ദെൻ SQL നമ്മൾ ഏത് പാഠമാണ് നോക്കാൻ പോകുന്നതെന്ന് അറിയാം. നമ്മൾ 9th ചാപ്റ്റർ ആണ് SQL. അപ്പം നമ്മൾ 9th ചാപ്റ്റർ നോക്കി. DBMSൽ നമ്മൾ നോക്കിയത് 8ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, കേട്ടോ. അപ്പം നമ്മുടെ ഓർഡർ ഉണ്ടല്ലേ, ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ നോക്കാനും അതുപോലെ തന്നെ ഓർമ്മ നിൽക്കാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ SQLിലേക്ക് വരിക. SQL കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. DML സ്ട്രിംഗ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റും അതുപോലെ തന്നെ SQLൻ്റെ സിൻറ്റാക്സുകളും അതുപോലെ തന്നെ വെവ്വേറെ HTML നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഇനി പഠിക്കാത്ത പാഠം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടാണ് വരിക. ഇവിടെ ജാവാ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എത്രാമത്തെ പോർഷനായി പഠിക്കുന്നത്? 6ാമത്തെ കഴിഞ്ഞു. 7ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? നമ്മുടെ ഈ ഒരു നിങ്ങൾ ഓർഡർ വൈസിലാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓർഡർ വൈസിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൂടുതലും ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അത് നമ്മൾ 9ാമത്തെ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ ആണത്. അപ്പോൾ അവിടെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് എങ്ങനെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആഡ് ചെയ്യാം സെപ്പറേറ്റ് ഭാഗമായിട്ട് പഠിക്കാൻ പറയുന്ന കാരണം ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റുകൾ, ജാവാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുക, ടാഗ് യൂസ് ചെയ്ത്, അതാണ് അവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വെബ് ടെക്നോളജിയുടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് HTMLൻ്റെ കൂടെ പഠിച്ച് ചേർക്കാം. ഏത് പാഠം? ഈ ജാവാ സ്ക്രിപ്റ്റിൻ്റെ 7ാം പാഠം നമുക്ക് ഇവിടെ വേണമെങ്കിൽ HTML 3 ചാപ്റ്റർ പോലെ എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓർഡർ വൈസ് നമുക്ക് അത്രയും സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് അവിടെ കംപ്ലീറ്റ് ആവും ഇങ്ങനെ പഠിക്കുമ്പോൾ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഒരു 2-3 ചാപ്റ്റേഴ്സ് കുറച്ചധികം. ഇപ്പം നമ്മളിങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ 4-5 സെക്ഷനായിട്ട് പഠിച്ചു കഴിയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 പാഠങ്ങൾ നമ്മൾ കഴിയും. C++മായി ബന്ധപ്പെട്ട് 2 പാഠങ്ങൾ, HTMLുമായിട്ട് 3 പാഠങ്ങൾ, ദെൻ SQL ഒരെണ്ണം, DBMS ഒരെണ്ണം, ജാവാ സ്ക്രിപ്റ്റ് ഒരെണ്ണം. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ അവിടെ കയറ്റിയില്ലല്ലോ. അപ്പോൾ ആ 7 പാഠങ്ങൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ പഠിച്ചു കഴിയും. 1, 2, 3, 4, 5 and 6, 7 7 പാഠങ്ങൾ നമ്മൾ പഠിച്ചു.
ഈ 7 പാഠം കഴിഞ്ഞാൽ പിന്നീടുള്ള 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇത് കൂടാതെയുള്ള നമ്മളെ ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ പാഠങ്ങളും 4 മാർക്ക് 5 മാർക്ക് മാത്രം വെയിറ്റേജുകൾ വരുന്ന ചാപ്റ്റേഴ്സാണ്. അത് നിങ്ങൾക്ക് ഒരു 2 ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു 2-3 മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു വരിക 7 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുക. ഓക്കെ, 7 ചാപ്റ്റേഴ്സ് എങ്ങനെ നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് C++ ഒരു സെക്ഷനായിട്ട് എടുത്തു, HTML ഒരു സെക്ഷനായിട്ട് എടുത്തു, SQL ഒരെണ്ണമായിട്ട് എടുത്തു, DBMS ഒരെണ്ണമായിട്ട് എടുത്തു. ഈ ജാവാസ്ക്രിപ്റ്റിനെ നമ്മൾ എവിടെ കയറ്റി? HTMLന്റെ ഇടയ്ക്ക് കയറ്റി. കാരണം HTMLന്റെ ബന്ധപ്പെട്ട 3ാമത്തെ പാഠമായ കാരണം കണ്ടിന്യൂഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് 4ഉം 5ഉം അതുപോലെ തന്നെ 6ഉം 4ഉം 5ഉം 6ഉം നമ്മൾ അവിടെ കയറ്റി. ഓക്കെ, ഇനി ഉള്ള പാഠങ്ങൾ എന്ന് പറയുമ്പോൾ 7th ചാപ്റ്റർ, 2nd ചാപ്റ്റർ, ദെൻ പിന്നീട് ലാസ്റ്റത്തെ 2 ചാപ്റ്റർ 10ഉം 11ഉം. 10ഉം 11ഒന്നും നമുക്കൊക്കെ തിയറി പോലെ പഠിച്ചാൽ മതി. 2ാം പാഠത്തിൽ ശരിക്കും അറേസ് എന്താണ് അതിൻ്റെ ഡിക്ലറേഷന് മാത്രം മെയിനായിട്ടുള്ള പഠിക്കാൻ 5 മാർക്കിന്. പിന്നെ 7ാം പാഠത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ 7ാം പാഠത്തിൽ നമ്മളെ വെബ് ഹോസ്റ്റിംഗ് എന്താണ്, വെബ് ഹോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ബാക്കി 4 ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ സെക്ഷനാക്കി പഠിക്കുക. അപ്പോൾ അതിന് നമുക്ക് 5ാമത്തെ സെക്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നവർ 5 സെക്ഷനായിട്ട് പഠിക്കുക. 5 സെക്ഷൻ എന്ന് പറയുമ്പോൾ മിസ് ചെയ്തതിനൊക്കെ ഉൾപ്പെടുത്തുന്ന ഫസ്റ്റത്തെ 5 സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് ഇനി എത്രയും വേഗം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 1ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ C++ ആയിരുന്നു. 2ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ HTML ആണ്. ഇതിന് ക്ലബ് ചെയ്ത് നമ്മൾ 3 പാഠം പഠിച്ചു. 3ാമത്തെ സെക്ഷൻ മിസ് പറഞ്ഞത് DBMS മാത്രം ഒറ്റയ്ക്ക് പഠിക്കാനാണ്. 4ാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞത് SQL ആയിരുന്നു. 5ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വെയിറ്റേജ് കുറവുള്ള 4-5 വെയിറ്റേജസ് ഉള്ള ഒരു 4 ചാപ്റ്റേഴ്സ് ഒരുമിച്ചിട്ടുള്ള പഠിത്തമാണ്. അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 7, 10, 11 കണ്ടോ. ഇനി ഇതിൽ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ കവറായി. HTML നമ്മൾ 3 ചാപ്റ്റേഴ്സ് കവറായി. DBMSൽ നമ്മുടെ 1 ചാപ്റ്റർ കവറായി. SQL നമ്മൾ 1 ചാപ്റ്റർ കവറായി അല്ലേ. SQL 1 ചാപ്റ്റർ. അപ്പോൾ 2, 5, 6, 7 പാഠങ്ങൾ നമുക്ക് ഇവിടെ കവറായി. ഓക്കെ, പിന്നെയുള്ള 4 പാഠങ്ങൾ നമ്മൾ ആ വെയിറ്റേജ് കുറഞ്ഞ സെക്ഷന്, അങ്ങനെ 5 സെക്ഷൻ വൈസായിട്ട് നിങ്ങൾ ഇനി പഠിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ വൈസിൽ പഠിച്ചാൽ നിങ്ങൾക്കിപ്പോൾ പ്രോഗ്രാമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ HTML, C++, SQL ഈ 3 പ്രോഗ്രാമുകളും നമുക്ക് വരുള്ളൂ. അതൊക്കെ നമ്മൾ ആ സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും എത്രയും വേഗം പഠിക്കുക. കമ്മിങ് വീഡിയോസിൽ നമ്മൾ 6 പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഏതാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് വെയിറ്റേജ് കുറഞ്ഞ 4 പാഠങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത് ഏതാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. സോ നിങ്ങൾക്ക് ഓക്കെ ആണ് മനസ്സിലായെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ താങ്ക് യു സോ മച്ച്.